എന്താടാ എന്നെ കണ്ടപ്പോ ഒരു കറക്കം? ബസിന്റെ സ്മെല്ല് കാരണം ഒരു തലകറക്കം. ഇവിടെ വാടാ. കാശിന്റെ കാര്യം എന്താടാ? ഞങ്ങള് കാശിന്റെ കാര്യം സംസാരിച്ചോണ്ടിരിക്കായിരുന്നു. കൊറേ കാലം ആയല്ലോ നീ സംസാരിക്കാൻ തുടങ്ങിട്ട്. ഈ ചാക്കിനൊന്ന് പിടിച്ചേ. നല്ല കനമുണ്ട്, സൂക്ഷിച്ചു പിടിക്കണേ. തേങ്ങയാ. അങ്ങോട്ട് വയ്ക്കട, അങ്ങോട്ട് വയ്ക്കട. ഇവനൊന്ന് കളിക്കുന്ന എന്തോ? വീട്ടിലോട്ട് നടന്നു. അല്ലെങ്കിൽ വേണ്ട, അവിടെ നില്ല്. ഞാൻ കൂടെ വന്നിട്ട് പോയാ മതി. നിന്നെ എനിക്ക് അത്ര വിശ്വാസം പോരാ കേട്ടോ. നിന്റെ യോഗത്തിന്റെ അല്ലടി, എന്റെ യോഗത്തിന്റെയാ. നിനക്കെന്താ? എന്നെ പോലെ ചെറുപ്പക്കാരനെ അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി കളിക്കല്ലേ നീ? എന്റെ അച്ഛന്റെ കളിയിൽ ചായ അടിക്കാൻ വന്ന് എന്നെ കണ്ണും കൈയും കാണിച്ച് മയക്കി. എന്തൊരു വിധിയാണ്. കണ്ണും കൈയും കാണിച്ച് മയക്കി എടുത്തെങ്കിലേ അന്തസ്സായിട്ട് കല്യാണം കഴിച്ച് പോറ്റുന്നുണ്ടല്ലോ. ഒരു കാര്യമില്ല, ഇങ്ങനെ തിന്നു മുടിക്കാൻ വേണ്ടി വേറെ ഉണ്ടല്ലോ ഇവിടെ അനിയത്തി എന്നും പറഞ്ഞ്. എന്താ പുണ്യ നേരെ? എപ്പ നോക്കിയാലും രണ്ടുപേരും കൂടെ ഒരു ചായ. മാധവമ്മനെ പറ, ഇവളുടെ അനിയത്തി ഒരുത്തി അങ്ങാടിയാട്ടിനെ പോലെ നടക്കണ്ടല്ലോ. ഗതി പിടിക്കട്ടെ എന്ന് കരുതി എന്തെങ്കിലും ഒരു ആലോചന കൊണ്ടുവരുമ്പോ 100 കുറ്റം പറഞ്ഞ് മുടക്കും രണ്ടും കൂടി. ഇനി ജില്ലാ കളക്ടർ വരും. വാതിലടച്ച് അകത്തിരുന്ന ആയിക്കൂടെ വെട്ടും കുത്തും. നാട്ടുകാരെ മുഴുവൻ അറിയിക്കണോ? അപ്പുണ്ണിയേട്ടാ, ഞാൻ ഊണ് കഴിച്ചിട്ടില്ലേ? ഇതാരാ ഈ കുട്ടി? നമ്മുടെ കാവുംപാട്ട കുറുപ്പന്മാരുടെ ആരുമല്ല, അവരുടെ കോളേജിലെ പുതിയ ശിവായിയെ. നല്ല കണ്ടുപരിചയം. എവിടെയാ വീട്? ഗുരുവായൂരടുത്താ. ഓ ചേട്ടാ, ഞാൻ മുറിയിലേക്ക് വന്നു. എവിടെയോ കണ്ടു പഴയ പോലത്തെ പരിചയം തോന്നുന്നുണ്ടല്ലോ. ഒരു ചായ താ പുണ്ണി നേരെ. ശിവശങ്കരൻ ചേട്ടാ, ചോറ്. മോഹിനേന്ദ്രൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. എന്നും പറഞ്ഞിട്ട് തോന്നിയ നേരത്ത് വന്നിരുന്ന് 2 പിടി ഉണ്ട്, ബാക്കി കളയാനല്ലേ? അത് ഞാൻ സമ്മതിക്കില്ല. ഇല്ല, ഞാൻ കഴിച്ചോളാം. വന്നിരുന്ന് കഴിക്ക് ശിവേട്ടാ. ഞാൻ കഴിച്ചോളന്നേ, മോഹിനി പൊക്കോളൂ. പറഞ്ഞതനുസരിച്ചൂടെ? ഒന്ന് വന്നേ വന്നേ. നേരത്തിനും കാലത്തിനും ആഹാരം കഴിക്കാത്തോണ്ടാ തടി വെക്കാതെ ഇങ്ങനെ ഇരിക്കുന്നത്. കഴിക്ക. എന്റെ അമ്മു, മീൻ വറുത്തോ? ഇത് ഞാൻ പറഞ്ഞില്ലല്ലോ. അതെന്റെ വക സ്പെഷ്യലാ. നമ്മുടെ കാര്യം ഞാൻ ചേട്ടനോടും ചേച്ചിയോടും പറഞ്ഞാലോ? അല്ലെങ്കിൽ സമയം വരട്ടെ. എന്തിനാ? അടിപൊളി. ക്രിമിനൽസിന് പോലും എന്നെ കണ്ടാൽ പേടിയാണ്. തനിക്ക് മാത്രം എന്താണോ എന്നെ കണ്ടത്? എന്നിട്ടാൽ എടോ, താൻ ഈ കാവുംപാട്ട ബന്ധുവാണെന്ന് പറയുന്നതൊക്കെ ശരി തന്നെ. കൈക്കൂലി കൊടുത്ത് കിട്ടിയ ജോലിയും കൊണ്ട് എന്നെ വരട്ടാൻ വന്നാലുണ്ടല്ലോ, ഈ തൊപ്പി ഞാൻ തെറിപ്പിക്കും. അടിപൊളി. ഒന്ന് പോടോ. ഒരു തമാശ പറയാൻ പോലും സമ്മതിക്കില്ലേ? തമാശ എന്താ സബ് ഇൻസ്പെക്ടറെ? ഒന്നും പറയണ്ട വല്യേട്ടാ. എന്നും വിചാരിക്കും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങണമെന്ന്. തിരക്ക് കാരണം സമയം കിട്ടണ്ടേ? 144 കൊലപാതകം, പിടിച്ചുപറി. മിനിഞ്ഞാന്ന് ഇവിടെ വന്ന് പോയതല്ലേ ഉള്ളൂ. അല്ല, അത് പിന്നെ മിനിഞ്ഞാന്ന് ഞാൻ ഇവിടെ വന്നിരുന്നെങ്കിലും ഇവിടെ അധിക നേരം ഇല്ലായിരുന്നു. എന്താടാ, നിന്റെ അമ്മയ്ക്കൊക്കെ സുഖാണോ? സുഖാണ്. അവരിങ്ങോട്ട് വരണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. നീ വന്ന കാലിൽ നിൽക്കാതെ എന്തെങ്കിലും കഴിച്ചിട്ട് പോ. ഒരു മിനിറ്റ്. കുഞ്ഞിലക്ഷ്മിയെ കാണാനേ ഇല്ലല്ലോ. ഇത്ര അടുത്ത് നിന്നിട്ടോ? ഞാൻ മീനിങ്ങിലല്ല. പിന്നെ കോളേജിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കൊറേ വിശേഷങ്ങളുണ്ട്. എല്ലാം കൂടി എങ്ങനെ പറയാ? വേണമെങ്കിൽ എഴുതി തരാം. ഗിരിജാടത്തും കുട്ടികളും വന്നിരുന്നു. കുഞ്ഞുലക്ഷ്മി PDCക്ക് പഠിക്കാണെന്ന് പറഞ്ഞപ്പോ ഏടത്തിക്ക് വിശ്വാസം വന്നില്ല. ഞാൻ ചോദിച്ചു, ഏടത്തി പിന്നെന്താ കരുതി? കുഞ്ഞുലക്ഷ്മി ഇപ്പോഴും ചെറിയ കുട്ടിയാണെന്നാ? കല്യാണ പ്രായമൊക്കെ ആയില്ലേന്ന്. മനസ്സിന്റെ കോണിൽ എന്നും ഓർമ്മയുടെ പൂക്കൾ വിരിഞ്ഞു നിന്നിരുന്നു. ഈശ്വര കടാക്ഷം കൊണ്ട് കിട്ടിയ ജോലിയാണിത്. എന്തെല്ലാം പ്രയാസം ഉണ്ടായാലും അത് കളയാതെ നോക്കണം. എവിടെയായാലും എന്നും നീ സുഖമായിരിക്കണമെന്നേ അമ്മയ്ക്ക് പ്രാർത്ഥനയുള്ളൂ. അമ്മയെ ഓർത്ത് നീ മനസ്സ് വിഷമിപ്പിക്കണ്ട. നമ്മുടെ കാര്യങ്ങളൊക്കെ നിനക്കറിയാവുന്നതല്ലേ. ഒന്നിങ്ങോട്ട് നടക്കട വേഗം. എടാ ചെറുക്ക, നീ വന്നേ. കോളേജിൽ ശിവായി അല്ലേ നീ? ആ, ഇത് അവന്റെ കയ്യിലോട്ട് കൊടു. എന്നിട്ട് അവിടെ പോയിട്ട് ബാക്കിയുള്ളത് എടുത്തിട്ട് വാ.
മുത്തശ്ശി ഞാൻ കുളിക്കാൻ വെച്ചു കൊടുക്കണ തലയില്. ആരാ, കൃഷ്ണനല്ലേ? അല്ല, രാമനാ. ആ, നിക്കട അവിടെ. എന്തത്ര ചിരിക്കാൻ? ഒന്നുമില്ല. നീ ആ വേലായുധന് ചെറുക്കനല്ലേ? അതെ, കീലേരി വേലായുധൻ. ആ, നിനക്കിപ്പോ പണിയൊന്നുമില്ലേ? ഇല്ല, വിശ്രമത്തിലാ. നീ ആരാ തുക്കുടി സായിവ വിശ്രമിക്കാൻ? ഊരിയിട്ടിലൊക്കെ നിർത്തി. ഇനി മുത്തശ്ശിക്കും ആവാം വിശ്രമം. ലാസ്റ്റ് പീരീഡ് ആയില്ലേ? എന്നെ ചുറ്റി നിർത്താൻ നീ ആരണ്ടാ? പോക്കിരി. ആ, പുറകെ ചെല്ല്, അടുക്കളയിൽ എന്തെങ്കിലും പണി കാണും. കൈമണി. ഇന്നെന്താടി നേരത്തെ? സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് മുത്തശ്ശി. ആ, ആ. നടക്കണം അങ്ങോട്ട്. ഇതുകൊണ്ടേ പലിശയുടെ കാശേ മുതലാവുന്നുള്ളു എനിക്ക്. ബാക്കി കാശ് വേഗം തന്നേക്കണം. മാധവമ്മയുടെ കണക്ക് മുഴുവൻ തീർക്കുന്നുണ്ട്. ശമ്പളം ഒന്ന് കിട്ടിക്കോട്ടെ. വേലയും കൂലിയും ഇല്ലാതെ നടക്കുന്ന നിനക്ക് എവിടെ നടാ ശമ്പളം? എനിക്കല്ല, ശിവശങ്കരന്. അതേ, അവിടെ നിന്നത് പോയിക്ക്. ആ പാവപ്പെട്ട ചെക്കനെ കണ്ണും പിടിയും കാട്ടി കാശ് വാങ്ങിക്കാൻ നിനക്ക് നാണമില്ലടാ. സ്നേഹം കൊണ്ട് തരുന്നതല്ലേ മാധവമ്മേ? അപ്പോഴെങ്ങനാ വേണ്ടാന്ന് പറയുന്നത്? രജിസ്റ്റർ ഉണ്ട്. രജിസ്റ്ററോ? ഇവിടെ ഒപ്പിടും. ഇവിടെ കൊണ്ടു. അയ്യോ, ഇത് ഇംഗ്ലീഷിലാണല്ലോ. എന്നാ ഞാൻ വായിക്കാം. അയ്യോ, ഇത് ഇംഗ്ലീഷിലാണല്ലോ. തേങ്ങ. വക്കീൽ നോട്ടീസാ. കാവുംപാട്ട കുറുപ്പന്മാർക്ക് വേണ്ടി അവരുടെ വക്കീൽ അയച്ചതാ. കുറുപ്പിന്റെ കയ്യിൽ നിന്ന് മാധവമ്മയുടെ ഭർത്താവ് ഭൂമി പണയം വെച്ച് പണം വാങ്ങിയിരുന്നു. നോട്ടീസ് കിട്ടി ഒരാഴ്ചക്കകം ആ വസ്തു ഒഴിഞ്ഞു കൊടുക്കണമെന്നാ. കിടത്തി പൊറപ്പിക്കില്ല എന്ന് തന്നെയാ കുറുപ്പന്മാര്. മൂപ്പരുണ്ടായിരുന്ന കാലത്ത് ഈ തോന്നിയാസം ഒന്നും നടന്നിരുന്നില്ല. മാധവമ്മ വിഷമിക്കാതിരിക്കെ. ഒറ്റ വിഷമയുള്ള പുണ്യാര്. ഇതിനൊക്കെ ചോദിക്കാൻ ഭഗവാൻ എനിക്കൊരു ആൺകുട്ടിയെ തന്നില്ലല്ലോ. ഇല്ല, ഉള്ളതൊക്കെ പെറുക്കി വിറ്റിട്ട് അതിൽ കേസ് ചെയ്യാൻ നടത്തും. പെരുവഴിയിൽ ഇറങ്ങിയാലും കാവുംപാട്ട മിറ്റത്തി ഒന്ന് പിച്ച് ചോദിക്കാൻ മാധവനെ കിട്ടില്ല. ഞാനൊന്ന് നോക്കട്ടെ. താൻ തമാശ പറയാണ്ട് കാശിനെടുക്കടോ. തമാശ അല്ല അടിയോടി. എന്റെ കഷ്ടപ്പാട് നിങ്ങക്ക് അറിഞ്ഞൂടാ. ഈ വന്ന് നക്കിപ്പോണ യോഗ്യന്മാരൊക്കെ ഉണ്ടല്ലോ, ശരിക്ക് കാശ് എന്നിട്ടൊന്നല്ല, പിന്നെ ഇത് അടച്ചിടണ്ടാന്ന് വെച്ചിട്ട് തുറന്നിരിക്കണോന്ന് മാത്രം. എടോ, എനിക്ക് തിന്നാനുള്ളതല്ല, ആ തള്ളേരടുത്ത് കണക്ക് കൊടുക്കാനുള്ളതാ. വാടക അവരുടെ വകുപ്പാ. അവിടത്തെ എല്ലാ വകുപ്പും എനിക്ക് അറിഞ്ഞൂടെ എന്ന് പറഞ്ഞാ പറ്റില്ലല്ലോ. ഇന്ന് കാശ് ഇട്ടിട്ട് ഞാൻ ഇവിടുന്ന് പോവുള്ളൂ. ഇന്നല്ല, ഒരാഴ്ച തികച്ചിരുന്നാലും എന്റെ അടുത്ത് 5 പൈസ ഉണ്ടാവില്ല. എന്നാ നമുക്ക് നോക്കാം. പിന്നീട് ഇരിക്കും മോനെ, ചായ തരാം. എന്റെ പറ്റത്രേ. ആ പറ്റ ചായ പോളേക്ക് കൊടുത്തേക്കാം. ചായ വേണ്ട എനിക്ക്. എന്റെ പറ്റത്രേ. അതന്നെ ചായ പോളേക്ക് കൊടുത്തേക്കാം. ആ കുട്ടിക്ക് എന്തോ പറയാണ്ടല്ലോ. അയാൾക്കൊന്നും പറയാനല്ലോ. എന്റെ പറ്റ് കാശ് കൊടുക്കാൻ വന്നതാ. അങ്ങനെ വാ. പറ്റ് പറ്റ് പറ്റ്. 30, 50, 60. ഇതും കൂടി വെച്ചോ. വേണ്ട, അതിന്റെ ആവശ്യമില്ല. അല്ലെ ഇരിക്കട്ടെ, വഴിച്ചെലവന് വേണ്ടോ. എന്റെ ശിവശങ്കരാ. എന്താ മണി ഓർഡർ അയക്കുക? അയക്കാൻ വരട്ടെ. എനിക്കൊരു 300 റുപ്യ വേണം. പപ്പ, ഇത് അമ്മയ്ക്ക് അയക്കുന്ന കാശാ. തമാശകളാ. ആർക്കായാലും എന്തായാലും പൈസ ഇപ്പൊ അയക്കണ്ട. എനിക്ക് രൂപ അത്യാവശ്യമാണ്. അയങ്ങട്. മനസ്സില്ലെങ്കിലോ? ശിവശങ്കര. അതെ, ശിവശങ്കരൻ തന്നെ. 5 പൈസയുടെ മനസ്സില്ല. പപ്പം പോ. നിനക്ക് പപ്പനെ മനസ്സിലായിട്ടില്ല. നിനക്ക് ശിവശങ്കരനെ മനസ്സിലായിട്ടില്ല. കുറെ നാളായി നീ എന്നെ ഓസുന്നുണ്ടല്ലോ. കാശിന് കാശ്, എണ്ണയ്ക്ക് എണ്ണ, സോപ്പിന് സോപ്പ്, ഇതിനൊക്കെ പുറമെ അപ്പുണ്ണേരുടെ കടയിൽ നിന്ന് 3 നേരം സുഭിക്ഷമായിട്ട് നക്കുന്നുണ്ടല്ലോ. ഇനി മതി. നിനക്ക് കൈപ്പണം തരാതെ ഈ പെരുവണ്ണാപുരത്ത് ജീവിക്കാമെന്ന് ഞാൻ നോക്കട്ടെ. മനസ്സിലായോ? ഇപ്പം മനസ്സിലായി. അങ്ങനെ ആ വഴി അടഞ്ഞു. ശിവശങ്കരന് ബുദ്ധി തെളിഞ്ഞു. ഇനി അവനെ പ്രതീക്ഷിക്കണ്ട. പിന്നെന്താണ് ഒരു വഴി? ഒന്നും കൂടി ഒന്ന് വിരട്ടി നോക്കിയാലോ? വേറെ രീതിയിൽ അടവൊന്നു മാറ്റി. അടവും കൊണ്ട് അങ്ങോട്ട് ചെല്ല്. ഇനി അവന്റെ കയ്യിൽ നിന്ന് 2 കിട്ടിയ അടങ്ങുന്നാണോ? തല്ലാനും കൊല്ലാനും ഇതെന്താ പഞ്ചാബോ? അതവൻ ഇങ്ങോട്ട് ചോദിക്കും. ഇത്രയും കാലം അവൻ എനിക്ക് തന്ന പണം തിരിച്ചു വാങ്ങിക്കുമെന്ന എന്റെ പേടി. ഇനി വേറെന്തെങ്കിലും വഴി ചിന്തിക്കാൻ നല്ലത്. ഞാൻ ചിന്തിച്ചിട്ട് ഒറ്റ വഴിയേ കാണുന്നുള്ളൂ. ഇത് ചിരണ്ടലല്ല. കള്ളൻ കള്ളൻ
പിടിക്കുന്നത്? കള്ളൻ! എടാ പുഷ്പ, എടാ കള്ള! കള്ളന് മാത്രം വിളിക്കരുത്, ഞങ്ങളെ കളപ്പാറില്ല. പിന്നെ പാതിരാത്രി തെങ്ങിന്റെ മുകളിൽ കയറിയത് കാറ്റ് വളരാ? എടാ പപ്പ കള്ള! എവിടെ പപ്പ? പപ്പ ഇറങ്ങാൻ പറഞ്ഞു. എനിക്കും ജീവിക്കണ്ടേ? വല്ലതും നക്കാപ്പിച്ച് തന്നോണ്ടിരുന്ന നീ നിർത്തി. മാന്യമായ ഒരു തൊഴിൽ ഏർപ്പെട്ടിരിക്കുകയാണ്, ഇതിൽ നീ ഇടപെടരുത്. പപ്പ, ഇപ്പൊ ഇതിന്റെ ചുമതല കൂടി എനിക്കാ. ഇതിന്റെ പണി പോകുന്ന പ്രശ്നമാ. മേലെ കോളേജ് പോകുമ്പോഴത് വേണ്ട. തനിക്ക് ഇവരുടെ കൂടെ നടക്കുന്ന നാണാവില്ലടോ. തനിക്കൊരു പണിയുള്ളല്ലേ? ആരാ ഈ അർദ്ധരാത്രിക്ക് ഈ പണിക്ക് വരുന്നത്? ഞാനൊരു ജോലിയായിട്ട് ഇവരുടെ കൂടെ അങ്ങനെ കൂടിയല്ലേ. ഓ, ഇത് വലിയ ബാങ്ക് കോളൊന്നല്ലോ, തൊട്ടപ്പം രണ്ട് തേങ്ങയല്ലേ. പപ്പ മര്യാദ താഴെ ഇറങ്ങാനാ പറഞ്ഞത്. ഏതായാലും വലിഞ്ഞു കയറിയതല്ലേ, കൈവച്ച കൊല ഫിനിഷ് ചെയ്തോട്ടെ. നീ കണ്ണടച്ചോ. അവിടെ ഇടാ തേങ്ങ. ഇടല്ലേ പറഞ്ഞത്? കോളേജിലെ സാധനങ്ങളെ പുഷ്പ ഇതിനെ തൊട്ട് കളിക്കരുത്. ഇതിന്റെ ചുമതല ഇപ്പൊ എനിക്കാ. അയ്യോ, ഇടല്ലേ പറഞ്ഞത്? ഞാനല്ലേ. സത്യമായിട്ട് ഞാനല്ല ഇത് ചെയ്തത്. പിന്നെ രാത്രി സമയത്ത് താനെന്തിനാ അവിടെ പോയത്? ഞാനത് വഴി നടന്നു വരുമ്പോ ഈ തേങ്ങ വീഴുന്ന ശബ്ദം കേട്ടിട്ട്. തന്നോട് ആരാ പറഞ്ഞ അത് വഴി നടക്കാൻ? ആ, എന്തൊരു കഷ്ടം അത്. കള്ളനെ പിടിക്കാൻ പോയി ഞാനിപ്പോ കള്ളനായി. അപ്പൊ തന്റെ കൂടെ വേറെയും കള്ളന്മാരുണ്ടായിരുന്നോ? ഇവൻ ഒറ്റയ്ക്കല്ല, സംഘമായിട്ടുള്ള ഏർപ്പാടാ. എനിക്കൊരു സംഘവുമില്ല. ആരോ ഓടി പോകുന്ന മാത്രമേ കണ്ടുള്ളൂ. ആരാടാ അവന്മാര്? എനിക്ക് അറിയില്ലെന്ന് പറഞ്ഞില്ലേ? അവരുടെ മുഖം ഞാൻ ശരിക്കും കണ്ടില്ല. മാത്രമല്ല എനിക്ക് തെങ്ങ കയറാന്ന് അറിയാൻ പാടില്ല. വാ, വേണേ കാണിച്ചു തരാം. എന്നാ പിന്നെ നമുക്ക് ഇവനെ തെങ്ങേ കയറ്റി നോക്കിയാൽ. ഒന്ന് ചുമ്മാരിക്ക് അടിയോടി. ഇവനൊന്ന് പെരുമാറിയില്ല, സത്യം പറയും. എടാ ചന്തുകുട്ടി, ആ ചെക്കനെ അങ്ങ് വിട്ടേക്ക്. അവൻ അങ്ങനെ ചെയ്യുമെന്ന് തോന്നണില്ല. അത് മുത്തശ്ശിക്ക് തോന്നണതാ. കണ്ടില്ലേ, കള്ള ലക്ഷണമാ മുഖത്ത്. ആ പോട്ടെ, കോളേജിൽ ശിപായി അല്ലേ, നാലാളറിഞ്ഞ കുറച്ചിൽ നമുക്കുണ്ട്. അതെ, മുത്തശ്ശി പറഞ്ഞിട്ടാ ഇപ്പൊ നിന്നെ വിടുന്നത്. ഇല്ലെങ്കിൽ തെങ്ങേറ്റം പഠിപ്പിച്ചിട്ട് നിന്നെ ഇവിടുന്ന് വിടൂ. സൂക്ഷിച്ചു നടന്നോളോട്ടോ.